ഹേ ഗൈസ്, എല്ലാവർക്കും നെവിൻ ഗെയിമേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇത് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ഫസ്റ്റ് വേൾഡ് സീരീസിലെ പാർട്ട് 4 ആണ് ഗൈസ്. സോ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോഴത്തേക്കും ഇന്നലെ അയൺ കിട്ടിയായിരുന്നു, അത് വെച്ച് അയൺ പിക്കാക്സ് ഉണ്ടാക്കി. സോ ഇന്ന് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റോറേജ് ഏരിയയാണ്. കാരണം ഇന്നലെ എൻ്റെ ചെസ്റ്റൊക്കെ നിറഞ്ഞു, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളിന്ന് അതായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ ഇവിടെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, മിക്കവാറും രാത്രിയായിരിക്കും. ഞാൻ എപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ അപ്പോൾ അവിടെ ലൈറ്റ്. വൃത്തികെട്ട ക്രീപ്പർ. ഇതെന്ത് കഷ്ടമാണ്. വേൾഡ് ഇവിടെ ക്രീപ്പർ പൊട്ടിയ നന്നായി, പക്ഷെ ഇവിടെ പൊട്ടിയ ക്രീപ്പറിനെ പിന്നെ ഒരു പണി കൊടുത്തല്ലോ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനമൊക്കെ അവന്മാർ നശിപ്പിച്ചു. ഞാനിന്നൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാമെന്നും പറഞ്ഞിരുന്നതാണ്. വന്ന ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ക്രീപ്പർ. ഗൈസ്, പിന്നെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 6 റോ ഗോൾഡ് കിട്ടിയായിരുന്നു. അതൊക്കെ ഞാൻ അതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു കോബിൾ സ്റ്റോണും കൈപ്പിടിച്ച് ഈ ഒരു ബെഡും കയ്യിരിക്കട്ടെ. ഞാൻ ഈ അയൺ പിക്കാക്സ് കൊണ്ട് വെച്ചിട്ട് ബെഡും കൂടെ വെച്ചേക്കാം. ഈ ബെഡ് ഞാൻ എന്തിൻ്റെ അടുത്തതെന്ന് വെച്ചാൽ കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഗൈസ്. ഈ ഗോൾഡ് നമുക്ക് ഇത്ര സാധനങ്ങൾ മതി. ഇത് വെച്ചിട്ട് വരാം. ഇത് നമ്മൾ ഇന്നലെ ബാക്കി വന്ന അയണം. ഞാനിപ്പോൾ കൊണ്ടുപോയി കുറച്ച് സാൻഡ് ഒപ്പിച്ചിട്ട് ഈ വീടിൻ്റെ പോലെ ബാക്കിയും കൂടെ ചെയ്യണം. ഗ്ലാസ് പൊട്ടിപ്പോയതാണ് കഷ്ടം. ഗ്ലാസ് പിന്നെ നമുക്ക് തിരിച്ച് കിട്ടിയല്ല. പക്ഷെ അതും വലിയ സീനൊന്നുമില്ല. നമുക്കിവിടെ തന്നെ ഉണ്ട് ഗ്ലാസ്. ഇവിടെ കണ്ടില്ലേ, റീച്ച് വേണം കേട്ടോ. അവിടെ ഞാൻ റീച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പം നമുക്ക് വീടിൻ്റെ പണിയൊക്കെ പിന്നെ നോക്കാം. ആദ്യം പോയിട്ട് കുറച്ച് അവിടുത്തെ ആ മണ്ണെല്ലാം എടുത്ത് കാണണം ഗൈസ്. അല്ലെങ്കിൽ ആ ക്രീപ്പറല്ലേ സ്പോൺ ആവണത്. ഇവിടെ സ്പോൺ ആവരുത്. ഇവിടെ സ്പോണായ നമ്മുടെ വീടിൻ്റെ മണ്ട വീണ് നമ്മുടെ ഈ അവിടെ എൻ്റെ ഫാമാണ്. അതിൻ്റെ മുകളിൽ ഞാനൊന്നും ചെയ്തില്ല. അതെനിക്ക് കുഴപ്പമില്ല. പറ്റിയത് ഇവിടുത്തെ സാധനമെല്ലാം എടുക്കാൻ കഴിയും. കുറച്ച് സാൻഡ് വേണം. ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ലെവലിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ഇതുണ്ടാക്കണമെന്ന് ആലോചിച്ചാൽ മാത്രമാണ്. ഓക്കെ, ഞാനിപ്പോൾ ഫർണേഴ്സിൽ കൊണ്ട് ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു 20 ഗ്ലാസ് ഞാൻ ഉണ്ടാക്കിയിട്ട് 20 ഗ്ലാസ് ഇപ്പോൾ തൽക്കാലത്തെ ബെസ്റ്റ്.
വന്ന ഉടനെ അപ്പ ഇതെല്ലാം വന്നോളും. ഈ ബെഡ് റോക്ക് എഡിഷൻ ഇപ്പം എന്താണ് പറ്റിയെന്ന് പോലും എനിക്കറിയാൻ മേലെ. ഇതിൻ്റെ കുഴപ്പമാണോ? എനിക്ക് ഈ അയൺ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് ഞാനൊരു ആർമർ പ്ലേറ്റ് ഉണ്ടാക്കാം. നമുക്ക് ഇതിലൊക്കെ നമുക്ക് ഇത്തിരി കൂടിയാലേ വേണം. കഴിഞ്ഞൊരിക്കൽ ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഇതെടുത്തിട്ട് ഇതിലോട്ട് വെക്കാം. വല്ല ആവശ്യം വരുമ്പോൾ എടുത്ത് വെച്ചേക്കാം. വീഡിയോയിൽ സ്പോണായി ഞാൻ പിടിച്ച് ബെഡ് റോക്ക് എഡിഷൻ പിടിച്ചിടിക്കും. സ്പോണായില്ല മൊയ്ത്തിന്. ഇത് 20 ബ്ലോക്ക് തികയുന്ന പോലെ എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇത്ര നീളത്തിലാണ് പൊട്ടിയത്. എനിക്ക് എൻ്റെ ചെസ്റ്റിൽ കുറച്ച് കടപ്പുണ്ടാവേണ്ടതാണ്. ചെസ്റ്റിൽ ഒരു ഗ്ലാസ് ഉണ്ട്, ഒറ്റ ഗ്ലാസ്. ഒരെണ്ണത്തിൽ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് വന്നപ്പോൾ തന്നെ പ്ലാൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ 6 മിനിറ്റ് വേസ്റ്റാക്കി കളഞ്ഞു ആ ക്രീപ്പർ. മഴ നനയേണ്ട അവസ്ഥ വന്നു ഗൈസ്. ഈ മോളിൽ നമുക്ക് റൂഫ് പണിയണം എന്തായാലും. ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഗൈസ്. ഇത് വരും എപ്പിസോഡിൽ ഞാൻ ഈ മോളിൽ ഇതുപോലെ ഞാൻ റൂഫ് പണിയും. എങ്കിലും മാത്രമേ ആ ക്രീപ്പറൊന്നും ഇങ്ങോട്ട് വീഴാണ്ടിരിക്കുള്ളൂ. പുറത്ത് നല്ല മഴയാണ്. ഞാൻ ഈ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞ താല്യം പറഞ്ഞ് ഒന്നും കിട്ടിയല്ല. അതാണ് നമുക്ക് ഓവർ ബ്ലാങ്ക്സ് തീരുമ്പോൾ പോവാം. എന്ത് പറയാനാ, റീച്ച് ആവാത്തെന്താണോ. ഓക്കെ, ഇനിയൊരു മൊത്തത്തിൽ 6 ബ്ലോക്ക് മതി ഗൈസ്. 6 ബ്ലോക്ക്, 2 ബ്ലോക്ക്. 2 ബ്ലോക്ക് എന്നൊക്കെ പറയുക, 2 ഗ്ലാസ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിപ്പോൾ ഇത്രയും ഹാർഡ് വർക്കാണ് ഗൈസ്. ഇതിൻ്റെ മേളിലൊരു കേവ് ഉണ്ടല്ലേ, അങ്ങോട്ട് പോയി മൈൻഡ് ചെയ്യണം. അപ്പോൾ നൈറ്റാണോ എന്ന് ഞാൻ പോയി നോക്കണ്ട. ഇത് ഞാൻ ഇന്നലെ ഗൈസ്, ഇന്നലെ ഫോണിൽ ചാർജില്ലായിരുന്നപ്പോഴത്തേക്കും ഞാൻ അറിയാണ്ട് വെച്ചുകൊണ്ട് പോയതാണ്. എനിക്ക് 4 എണ്ണം മതി ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക്. 4 എണ്ണം മതി. അല്ലെങ്കിൽ നോക്കി 2 എണ്ണം വെച്ച് ഫിറ്റ് ചെയ്യാൻ അല്ല 6 എണ്ണം വേണം. 2 6 കൂടുതലും വേണം. ഇത് കഷ്ടമാണെന്നറിയാൻ മേലെ. വീടിനുള്ള ഇത് വെച്ചപ്പോഴത്തേക്കും നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അല്ല ഗൈസ്, നമുക്കിവിടെ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടും. ഇനി ഒരൊറ്റ ഇതും കൂടെ കിട്ടിയാൽ മതി. അയ്യോ, ടോർച്ച പൊട്ടിപ്പോയ. ഈ ലാഗ് അടിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും പണി കിട്ടുന്നത്. ഇവിടെ ഒന്നും ക്രീപ്പർ സ്പോണാവത്തില്ല. 2 എണ്ണമൊന്നും വേണ്ട, 1 എണ്ണം മതി. ഫുഡില്ല, ഹെൽത്തുമല്ല, ഒന്നുമില്ല. സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാൻ വന്നിരുന്ന ലാസ്റ്റ് ഞാനാരായി. എൻ്റെ ഇതിനകത്ത് ഒന്നും ഇരിപ്പില്ല. ഈ ഒരു റോട്ടം ഫ്ലഷ് അല്ലാണ്ട്, റോട്ടം ഫ്ലഷ് കഴിച്ചാൽ നമ്മുടെ ഹെൽത്ത് എല്ലാം പോകും. ഇവിടെ നിന്ന് ഉറങ്ങാം. ലാഗ് അടിച്ചുകൊണ്ടാണ് എനിക്ക് ക്രീപ്പറിനൊക്കെ കൊല്ലാൻ പറ്റാൻ. ഞാൻ പോയിട്ട് അവിടെ വല്ല ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ 2ാമത് നോക്കിയപ്പോൾ ഇവിടെ ഒരു പന്നി സ്പോണായത് കണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചെറിയതായിട്ട് നല്ലൊരു ലാഗ്. നമ്മൾ ഇവിടെ വന്നിട്ട് വേണം അടിക്കാൻ. അവിടെ ഒരു കോഴി സ്പോണായിട്ടുണ്ട്. വരുമ്പോൾ ആ കോഴിനെ കൊല്ലെങ്കിൽ കോഴി വന്നിട്ട് ഇവിടെ നിന്ന് സ്കിപ്പാണ്. ഇവിടെ കോഴി ഫുഡ് കണ്ടു. വേണ്ടാത്ത സാധനമല്ലേ ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തോളാം. ഒഴുകിപ്പോക്കോളും, അല്ലെങ്കിൽ സ്വയം വല്ല മോബും വല്ല എടുത്തുകൊണ്ട് പോയിക്കോളും. ഇവിടെ നിന്ന് സ്പോണാവാത്ത എന്നാണോ എന്ന് ആർക്കറിയാം.
എൻ്റെ ഈ ഒരു ഐലൻഡ് മാത്രം ഒന്നും സ്പോണാവത്തില്ല. ഒന്ന് കഷ്ട ഗൈസ്. നമുക്ക് ഈ സമയം വേസ്റ്റ് ആക്കുന്നതിന് മുന്നേ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാകണം. ഞാൻ എന്തിനിപ്പോൾ ഫുഡ് എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഫുഡൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ്സിൽ ഇതൊക്കെ ഫുള്ളൊന്ന് അടച്ചു വെക്കണം. എന്തോരം പണി ഇനി കിടക്കുന്ന. അയ്യോ, പറയണ പോലെ നമ്മുടെ ഇത് തീർന്നിട്ടുണ്ട് വുഡ്. 17 ഗുഡ് പ്ലാൻസേ ഉള്ളു. നമുക്കിത് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് ഫർണേസ് വെക്കണം. പ്ലാസ്റ്റിക് ഫർണേസ് ആകുമ്പോൾ ഇത്രയും കൂടെ സ്പീഡിൽ കിട്ടും. ശരിയാ, പറയണ പോലെ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് ഫർണേസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ഫർണേസ്, ഡിസ്പെൻസർ, ഡ്രോപ്പർ, പ്ലാസ്റ്റിക്, ബ്ലാസ്റ്റ് ഫയർ ഉണ്ടാക്കണമെങ്കിൽ ഇതന്നെ സ്മൂത്ത് സ്റ്റോണും വേണം, അയണും വേണം. അയണിൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, പിന്നെ ഒരു ഫർണൈസറും. ഇതെന്താണ് എന്തോ മൈൻക്രാഫ്റ്റിൻ്റെ ഒക്കെ തന്നെ നോക്കിയതാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറേജ് ഏരിയ വേണം. സ്റ്റോറേജ് ഏരിയ എവിടെ പണിയെന്ന് വെച്ചാൽ നമുക്ക് വീടിൻ്റെ ഉള്ളി ഭാഗത്തായിട്ട് പണിയാം. ഗൈസ്, എനിക്ക് ഇപ്പോഴേ ഒരു ഐഡിയ വന്നത്, നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഈ ഭാഗത്തോട്ടായിട്ട് പണിയാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഞാൻ സ്റ്റോറേജിനെ പണിയാൻ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് 3 ബ്ലോക്ക് കുഴിച്ചിട്ട് ഇവിടുത്തെ ബ്ലോക്ക് കളയണ്ട, ഇവിടുത്തെ ബ്ലോക്ക് കളയാം. 2 ബ്ലോക്ക് എക്സ്ട്രാ ഉണ്ട്. പിന്നെ നമുക്ക് ഡോറൊന്നും ക്രാഫ്റ്റ് ചെയ്യാനില്ല. ഡോറൊക്കെ ഞാൻ ഇഷ്ടം പോലെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വുഡ് മാത്രം കിട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്ന് മൊത്തം ഞാൻ എത്ര ബ്ലോക്ക് മൈൻ ചെയ്യണം? മൊത്തം ഇവിടെ നിന്ന് ഇപ്പം ഞാൻ മൊത്തം 7 വേണ്ട, 10 ബ്ലോക്ക് കിടക്കണം. 10 ബ്ലോക്ക് മൈൻ ചെയ്ത് അങ്ങോട്ട്. ഇവിടെയൊക്കെ ഈ സ്റ്റോൺ ആയിരുന്നു ബെസ്റ്റ്. ഇത് നമ്മുടെ പുറത്തോട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റോണാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ഉള്ളിൽ നിന്നുള്ള നീട്ടം കൂടെ സീനില്ല. ഇത് 2, 3, 4, 5 ബ്ലോക്ക് നീളം. ഒക്കെ 5 കൂടുതൽ വേണം. 6, 7, 8, 9, 10. ഈ ബ്ലോക്ക് ഇത്ര നൂളൊക്കെ പറ്റുള്ളൂ ഗൈസ്. എൻ്റെ പറയുന്ന പോലെ എൻ്റെ പിക്കാക്സും പൊട്ടാറ്. എന്ത് കഷ്ടമാണോ എന്തോ. ഞാൻ എപ്പോൾ ഈ പിക്കാക്സൊക്കെ ഞാൻ അയൺ പിക്കാക്സ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അയൺ പിക്കാക്സ് ഇപ്പം എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ. കാരണം നമുക്കധികം യൂസ് ചെയ്യണ്ട. ഇനി നമുക്കിവിടെ ചെസ്റ്റ് വെക്കണം. ചെസ്റ്റ് വെക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ നമുക്ക് ഒറ്റ വരി മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ ബ്ലോക്കും കൂടെ പൊട്ടിക്കാം. നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഞാൻ പണ്ട് ഇപ്പോഴേ ഒരു ഡോറും ഉണ്ട് എൻ്റെ ചെസ്റ്റിനകത്ത് കിടപ്പുണ്ട്. ഈ ഒരു ലോ കൊടുത്ത് വെക്കാം. ഇത് ആവശ്യമില്ല. അതായത് ഓക്ക് ഡോറുണ്ട് ഇവിടെ 2 എണ്ണമായിട്ട് ഇങ്ങനെ. ഞാൻ നേരത്തെ ഈ ഡോറുണ്ടാക്കി വെച്ചപ്പോഴത്തേക്ക് പിന്നെ അതിനും കൂടെ ഉണ്ടാക്കാൻ, അതായത് പിന്നെ മറ്റേ ഇതിനും കൂടെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇത് വന്നായിരുന്നു. മറ്റേ ഗ്ലാസ് വെച്ചിട്ടുള്ള സംഭവമില്ലേ, അതുണ്ടാക്കാൻ കുറച്ചും കൂടെ ഇതുണ്ടായിരുന്നു. നിക്ക് എൻ്റെ കയ്യിൽ പിക്കാക്സ് ഇരിപ്പുണ്ടെന്ന്. പുതിയ ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാൻ ഗൈസ്, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. രാത്രി ആയാലും കുഴപ്പമില്ല, ഞാനൊരു ബെഡ് കൈ പിടിച്ച് വെച്ചേക്കാം. ബെഡ് എന്തി ഇതേ മാളുണ്ടാക്കാൻ പറ്റും നമുക്ക്. ഒരു സ്റ്റോൺ പിക്കാക്സ് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചേക്കാം. ഓക്കെ, കയ്യിലുള്ള സ്റ്റിക്കെല്ലാം തീരാൻ പോകണം ഗൈസ്. എന്ത് പറയാനാ, ഇവിടെ നിന്ന് 3 ബ്ലോക്ക് നീളത്തി 2, 3 ഇവിടെ നിന്ന് 3 ബ്ലോക്ക് ഗ്യാപ്പ് വേണം.
റൂഫൊന്നും നമുക്ക് പൊളിച്ചില്ലാലും വലിയ സീനില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നൈറ്റ് ടൈം തോന്നണം. ഞാനിപ്പോൾ ബെഡ് വെച്ചിട്ട് കിടന്നുറങ്ങാം. ശരി, ഇവിടെ ബെഡ് വെക്കാനും പോലും പറ്റില്ല. ഇവിടെ ലൈറ്റ് വെക്കാം ഗൈസ്. ഞാൻ ഇവിടെ സ്റ്റോറേജിൽ വെക്കാൻ കാരണം നമുക്ക് ഇതിൻ്റെ റൂഫ് 2 ബ്ലോക്കായിട്ട് പൊട്ടിക്കണം. ഇത് നമ്മുടെ അപ്പുറത്തെ സ്ഥലമായിട്ട് കണക്ഷനായിട്ടുള്ളതാണ്. കണ്ട, സ്ഥലമായിട്ട് കണക്ഷനായിട്ടുള്ളതാണ് നമ്മുടെ പുറത്തത്തെ ഭാഗമായിട്ട്. പിന്നെ ഞാനൊരു സ്റ്റോണായിട്ട്, അതായത് നോക്കി സ്റ്റോൺ കിട്ടാനായിട്ടുള്ള ഒരു തരം സാധനം ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടാക്കും. മറ്റേ സ്റ്റോൺ കിട്ടാനായിട്ടുള്ള മറ്റേ അതിനെന്താ പേര് പറയില്ല, സ്റ്റോൺ എങ്ങനെങ്ങാണ്ടാണ് ഗൈസ്. അപ്പം ആ സാധനം കൂടെ വെക്കും. ഓക്കെ, ഇവിടുത്തെ ഒരു ബ്ലോക്ക് ഒരു ആവശ്യമില്ലാണ്ട് പൊട്ടിക്കാനുള്ള ബ്ലോക്ക് അല്ലായിരുന്നു. ഈ കോബൽ സ്റ്റോൺ അത്ര വലിയ സുഖം തോന്നുന്നില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് ഓരോ സാധനങ്ങൾ നമുക്ക് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കണം. ഐറ്റം ഫ്രെയിമിനുള്ള ലെതർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഫിഷ് ഫാം ഉണ്ടാക്കണം. ഫിഷ് ഫാം ഉണ്ടാക്കിയാൽ ഞാൻ കുറേ പേരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഫിഷ് ഫാം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിന് കിണ്ണം കാച്ചി ലൂട്ടൊക്കെ കിട്ടും. അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടും. ഓക്കെ, ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി വന്ന് കയറുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെക്കാൻ ഇങ്ങോട്ട് വന്നു. ഇപ്പം എല്ലാം കുളമായി. ഡബിൾ ഡോർ എന്തിനാ വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡബിൾ ഡോർ വേണം വെക്കാറുള്ളത് കൂടുതലും മൈൻക്രാഫ്റ്റിൽ. ഇവിടെ എന്താ ഇപ്പോൾ അതിൻ്റെ കുറവ്? എനിക്ക് എന്നേലോ ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് ഉണ്ട്. എനിക്ക് ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് എടുക്കാം ഗൈസ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഈ ഡീപ്പ് സ്ലാറ്റോ വേറെ വല്ല ബ്ലോക്കോ എടുത്തിട്ട് ഡീപ്പ് സ്ലാറ്റ് ഞാൻ മിക്കവാറും മൈനിങ്ങിന് പോകേണ്ടി വരും. കുഴപ്പമില്ല, എൻ്റെ സൈഡ് ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് എടുത്തിട്ട് വെക്കാം. ഇതന്നെ ഓക്കെ. ഇതന്നെ രാത്രിയായി. ഏതാണ്ട് ഇവിടെ കിടന്നുറങ്ങണ്ട. ഇവിടെ കിടന്നുറങ്ങിയാൽ ഇങ്ങോട്ട് വരാൻ വൈകും. നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങാം. ഇപ്പോൾ നമുക്കൊരു റൂമാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ റൂമാക്കി എടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് ആ ഹാളിൽ തന്നെ കയറി വരുന്നിടത്ത് തന്നെ റൂമാക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് നമ്മുടെ സീക്രട്ടായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്കിനി ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് വെക്കണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഡെക്കറേഷനിലാണ് ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ചാൽ കാണും. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ സൈഡില ഇത് ഇത്തിരി കൂട്ടുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു എന്താണ് കോബൽ സ്റ്റോൺ വരുന്നതുകൊണ്ട് ഇത്തിരി വൃത്തികേടായിരിക്കും, ഒരു സുഖമില്ല. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. മുകളിലോട്ട് നമുക്ക് ഇഷ്ടം പോലെ പൊട്ടിക്കാൻ കാണും. 2 ബ്ലോക്ക് കയറ്റി പൊട്ടിച്ചാൽ മതി. അപ്പോൾ എൻ്റെ പുതിയ പിക്കാക്സ് എടുത്താനുള്ള സമയമായിട്ടുണ്ട്. 2 ബ്ലോക്ക് കയറ്റി പൊട്ടിച്ചിട്ട് അവിടെ വേണം നമുക്ക് സ്ലാബ് ആക്കിയിട്ട് വെക്കാൻ. ഈ സ്റ്റോറേജിന് പറയുന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഐറ്റംസ് എല്ലാം വെക്കാനാണ്. നമുക്ക് ഐറ്റംസ് എല്ലാം, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ ഫസ്റ്റ് വേൾഡ് സീരീസിലെ ഫസ്റ്റ് ചെസ്റ്റിനകത്ത് അതെല്ലാം ഫുള്ള് ലോഡാകാൻ പോവാണ്. അതായത് ഫുള്ള് ഇതിപ്പോൾ ഒരു കേവിൻ്റെ ലുക്കാവുന്നുണ്ടെന്ന് തോന്നുന്നത്. ചില സമയം ഞാൻ മൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, നമുക്ക് കിട്ടി ആ സ്റ്റോൺ ജനറേറ്റർ നമുക്ക് ഉണ്ടാക്കണം. എൻ്റെ ഒരു ജനറേറ്റർ എന്നാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ആലോചിച്ച്. സ്റ്റോൺ ജനറേറ്റർ നമുക്ക് ഉണ്ടാക്കണം. മുകളിൽ നമുക്ക് ബ്ലോക്ക് വീണ വലിയ കാര്യമായിട്ട് സീനൊന്നുമില്ല. ബ്ലോക്കൊക്കെ എടുത്ത് കളയാനുള്ള ബ്ലോക്കാണ്. ലാഗടിക്കുന്നു. എന്തെങ്കിലും മെസ്സേജ് വരുവാണെങ്കിൽ എനിക്ക് മൈൻക്രാഫ്റ്റ് ലാഗാം. അപ്പോൾ തന്നെ എനിക്ക് ലാഗടിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ആ ഒരു ബ്ലോക്കെല്ലാം പൊട്ടിച്ച് തീരാറായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഇത് കഷ്ടമാണ്. പുറത്തോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിന് കണക്ഷൻ കൂടുതലാണ്. അതാണ് ഈ പ്രശ്നമെല്ലാം വരുന്നത്.
വുഡെല്ലാം എടുത്ത് പൊട്ടിക്കാം. ഇത് ഇത്തിരി കയറ്റി വെക്കാം. ഇതെല്ലാം ഇത്തിരി ഡെക്കറേഷനൊക്കെ ഇത്തിരി അടിപൊളിയാക്കിയിട്ട് വേണം ഇത് മുകളിലോട്ട് വെക്കാൻ. സ്റ്റോറേജ് ഒന്നും പിന്നെ കൂടിയിട്ടില്ല. ഇതേ ഇത്രയും കോബൽ സ്റ്റോണിൻ്റെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. കോബൽ സ്റ്റോൺ എനിക്ക് ഫുള്ള് ഓവറായി ഇപ്പം. ഈ ലാസ്റ്റ് വരെയുള്ള കോബൽ സ്റ്റോൺ തീരുന്നത് വരെ ഇതാക്കി വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഐറ്റം ഫ്രെയിം വെക്കണം. ഐറ്റം ഫ്രെയിം ഞാൻ പിന്നെ വെച്ചോളാം. ഐറ്റം ഫ്രെയിം ഇപ്പോൾ ഞാൻ അധികം പറഞ്ഞ എനിക്ക് ഐറ്റം ഫ്രെയിമിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഞാൻ പിന്നെ യൂസ് ചെയ്യാറേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വേണം നമുക്ക്. ഇങ്ങനെ ചെറിയായിട്ട് ഇങ്ങനെ ജസ്റ്റ് മതി ഗൈസ്. അതായത് ഒരു ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബ്ലോക്കും കൂടെ അങ്ങനെ എടുത്ത് മാറ്റണം. ഇത് നീറ്റായിട്ട് കിട്ടട്ടെ. ഇത് ഞാൻ ഇത്രയും സാപ്പെടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രീപ്പർ വന്ന് എൻ്റെ ഇതെല്ലാം നശിപ്പിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അധികം സമയമൊന്നും പോകത്തില്ല. ഓക്കെ, എല്ലാം ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാം ശരിയായിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള കാര്യം, അയ്യോ ഡോറ് മെയിൻ ഡോർ അടച്ച് കിടക്കണം മതി. ആ വിച്ചെങ്ങാനും സ്പോണാവുകയാണെങ്കിൽ അവിടെ എല്ലാം കൂടെ അതിനുള്ള സമയം വേസ്റ്റാക്കി കളഞ്ഞ്. ഓഫ്, എനിക്ക് ലാഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും ദൂരമാണ് ചെസ്റ്റ് വേണ്ടത്. ഇനി നമുക്കൊരു ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ക്ലിക്ക് ചെയ്ത് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. സെർച്ചിൽ ഒരു 5 ചെസ്റ്റ് ഉണ്ടാക്കാം നമുക്ക്. എൻ്റെ ഇരിക്കുന്ന എല്ലാ ഇതും ഞാൻ ഉപയോഗിക്കാൻ പോവാം. ഫർണേഴ്സിലും ചെസ്റ്റ് ഇതില്ലേ? അതേ ഇരിക്കുന്നു. ഓക്കെ, എല്ലാം ഞാൻ ചെസ്റ്റ് ഉണ്ടാക്കി തീർക്കാൻ പോവാം. 7 ചെസ്റ്റ് ഞാൻ ടോട്ടൽ ഉണ്ടാക്കാൻ പോവാം. അയ്യോ ഭാഗ്യം എൻ്റെ സ്റ്റിക്കില്ല. ഞാൻ എൻ്റെ ഇരിക്കുന്ന ടോട്ടൽ വുഡും തീർന്നു. ഇനി 2 ചെസ്റ്റും കൂടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതന്നെ 7 ചെസ്റ്റാ. എൻ്റെ 2 ഇത് ടോർച്ച് എവിടെയോ കൂടിയിട്ടുണ്ടായിട്ടെന്ന് ഡൗട്ട്. ഓഫ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ ചെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഈ കോബൽ സ്റ്റോൺ ഇവിടെ വെച്ച് ഓക്കെ 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 ഇവിടുത്തെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് പോയാൽ മതി. ഓഫ്, അവിടെ നിന്ന് ലാസ്റ്റ് ഒറ്റ ഒരു കാര്യം ചെയ്യാം ഗയ്സ്. ഈ ഐറ്റംസ് എല്ലാം ഇങ്ങനെ നേരെയാക്കി അടുക്കി വെക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിലും ഇതുപോലെ തന്നെ വുഡ് ബ്ലാങ്ക്സ് വെച്ചാൽ മതി എന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ആൻഡസൈറ്റ് എടുത്ത് ആൻഡസൈറ്റ് എടുത്ത് സ്ലാബ് ആക്കാം. ആൻഡസൈറ്റിൻ്റെ സ്ലാബ് 36 ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൻഡസൈറ്റിൻ്റെ സ്ലാബ്. ഇനി ഒരു ബ്ലോക്കിൻ്റെ ഐറ്റം കൂടെ വേണ്ടി വരും. സ്മൂത്തിലായിട്ട് കിട്ടിയിരുന്നെങ്കിൽ അതിന് നെതർ പോർട്ടിൽ പോകണം. നെതർ പോർട്ടിൽ പോകാനായിട്ട് ഇപ്പം എനിക്കൊന്നും ആയിട്ടില്ല. നെതർ പോർട്ടിൽ ചെസ്റ്റുകളായിട്ട് ഉണ്ടാക്കിയാൽ മതി. ആ പിഗ്ലിങ്സ് ഒന്നും നമ്മളെ അങ്ങനെ അറ്റാക്ക് ചെയ്തൊന്നുമില്ല. എൻ്റെ അതായത് ഈ വുഡും ഈ ഡീപ്പ് സ്ലാറ്റ് ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ല ഇതിൻ്റെ അതായത് ഈ ആൻഡസൈറ്റ് അല്ല ഡീപ്പ് സ്ലാറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേറെ ഡിസൈനിലും കൂടെ വെക്കായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ എനിക്ക് കിട്ടിയില്ല. ഈ ഡീപ്പ് സ്ലാറ്റൊന്നും തികയും എന്ന് തോന്നുന്നു. പക്ഷെ മുകളിൽ ഇത് കാണുമ്പോൾ ഒരു എന്തോ കൂട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പങ്ങളില്ല. ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് 2 ബ്ലോക്ക് ഇത് കൂടിയിട്ടുണ്ട്. പുതിയ വിക്കാക്സും അങ്ങനെ പൊട്ടാറ്. ഇതെന്ത് കഷ്ടമാണ്.
കുറേ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് തന്നെ ഈ കോവർ സ്റ്റോണാണ്. അതാണ് വിഷയം. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടി ഇരിക്കുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരൊറ്റ കോവർ സ്റ്റോൺ മാത്രം. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഇത് പറയാനാ എത്ര ഇതുണ്ടാക്കണം പിക്കാക്സ്. എത്ര പിക്കാക്സ് ഉണ്ടാക്കില്ല ഈ സാധനം ഒന്നും തീരാൻ പോണില്ല. അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി. ഓൾറൈറ്റ്, ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സൈഡിലെ റൂഫിലെല്ലാം നമുക്കിങ്ങനെ വുഡ് ബ്ലാങ്ക്സ് വെക്കണ്ട. നമുക്ക് ഡീപ്പ് സ്ലാറ്റ് കൊണ്ട് വെക്കാം. ഡീപ്പ് സ്ലാറ്റ് 13 തന്നെ ഉള്ളു. ഡീപ്പ് സ്ലാറ്റിൻ്റെ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ്റും. പോളിഷ്ഡ് ഡീപ്പ് സ്ലാറ്റ് ആക്കാം. ഇതെടുത്തിട്ട് വെച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും നോക്കട്ടെ. ഡീപ്പ് സ്ലാറ്റ് മൈൻ ചെയ്യാൻ പോകുന്ന സ്ഥലം എനിക്കറിയാം. ഞാൻ പോയി അവിടെ പോയി മൈൻ ചെയ്തോളാം ഗൈസ്. ഇങ്ങനെ ഇരിക്കും നോക്കട്ടെ. ഇത് കാണാൻ ഒരു അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് തീരെ ഇപ്പോൾ വുഡില്ല. ഇത് കാണാൻ നല്ല ലുക്കാണ്. ഇത് വാ സ്റ്റാബ് വെക്കാനുള്ള ഗ്യാപ്പ് ഉള്ളതാണ്. ഇനി നമുക്കിതെല്ലാം ഇവിടെ ഇത് ഫുള്ളും നമുക്ക് ഈ ഒരു ഡീപ്പ് സ്ലാറ്റ് കൊണ്ടാ വെക്കണം. നമുക്കിനി എൻഡർ പോർട്ടലിൽ പോയിട്ട് മറ്റേ എൻഡ്രാഗനെ കൊന്നിട്ട് നെതർ ഡ്രാഗൺ ഗൈസ് ഞാൻ അങ്ങോട്ട്, അതായത് ഇപ്പം ഞാൻ ഗൈസ് നിങ്ങളൊരു കാര്യം, ഞാൻ പോയിട്ട് മൈൻ ചെയ്തിട്ട് വരാം. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ നിങ്ങളെ ഈ ഡീപ്പ് സ്ലാറ്റ് എല്ലാം വെച്ചിട്ട്, ഇതിപ്പോൾ എൻ്റെ ഡീപ്പ് സ്ലാറ്റ് എല്ലാം തീർന്ന് ഈ ചെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ഇട്ട് ഞാൻ നിങ്ങളായിട്ട് കാണാം. ഒന്ന് വെയിറ്റ് ചെയ്യണം. സോ ഗൈസ് ഇപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളെവിടെയാണ് മറ്റേ ഈ ഒരു വെള്ളിനകത്ത് എവിടെയാണ് ഇതുള്ളതെന്ന് കാണിക്കാൻ തോന്നി. ഡീപ്പ് സ്ലാറ്റ് ഞാൻ ഇങ്ങോട്ട് മൈൻ ചെയ്ത് പോകണമെങ്കിൽ കാണിക്കണമെങ്കിൽ ഇങ്ങോട്ടും എനിക്ക് സീക്രട്ട് ആയിട്ട് മൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് ഗൈസ്. ഞാനത് നിങ്ങളെ കാണിക്കാത്തതാണ്. ഇവിടുന്ന് ഭയങ്കരമായ ഒച്ചയാണ് കേവലത് കാരണം. ഒരു ലൈറ്റും ഉണ്ടോ? ഇവിടെയൊക്കെ ഡീപ്പ് സ്ലാറ്റ് എല്ലാം ഞാൻ മൈൻ ചെയ്യാൻ പോകും. പക്ഷെ ഡീപ്പ് സ്ലാറ്റിൽ ഇനി അവിടെ ഉണ്ട്. എനിക്ക് ഇഷ്ടം പോലെ ഡീപ്പ് സ്ലാറ്റ് വേണമെങ്കിൽ ഇപ്പോൾ പോയി മൈൻ ചെയ്യും. ഇവിടെ പക്ഷെ ഇങ്ങോട്ട് മൈൻ ചെയ്യാൻ വന്ന രാത്രി ആയപ്പോലും അറിയില്ല. അമ്മാതിരി സ്ഥലമാണ്. അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ലല്ലോ. ഭയങ്കര പണിയാട്ടോ ഇത് മൈൻ ചെയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. ഇതിപ്പോൾ നമുക്കൊരു സ്റ്റാക്ക് അടുപ്പിച്ച് വേണം. ഒരു സ്റ്റാക്കെങ്കിലും വേണം അവിടെ വെക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ വുഡും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ -13 വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ -13 പോയി നോക്കിയാൽ മതി. അപ്പോൾ ഞാനിത് അവിടെ വെച്ചിട്ട് നമുക്കിനി കാണാം. സോ ഗൈസ് അപ്പോഴത്തേക്കും ഞാനിവിടെ എല്ലാം ഡീപ്പ് സ്ലാറ്റൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും ഡീപ്പ് സ്ലാറ്റ് ഇല്ല. ഡീപ്പ് സ്ലാറ്റ് ഞാൻ മൈൻ ചെയ്യുന്ന സ്ഥലം നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഡീപ്പ് സ്ലാറ്റ് ഞാൻ മൈൻ ചെയ്യാൻ പോയി. മൊത്തം 64 സ്റ്റാക്ക് ഞാൻ എടുത്ത് അതിനൂടെ എക്സ്ട്രാ 8 എണ്ണം കൂടെ കിട്ടി. അപ്പോൾ ഡീപ്പ് സ്ലാറ്റ് കൊണ്ട് ഫുള്ള് ഇതാ ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. ഇനി ഒന്നിൻ്റെ കൂടെ കുറവുള്ള നമുക്കത് വലിയ സീനൊന്നും ഇല്ല. പിന്നെ ഞാൻ അവിടെ വെച്ച് 2-3 ഇതിനെ കൊന്നായിരുന്നു. ആടിനെയും പശുവിനെയും, ആടിനെയും പിഗിനെയും അതിനെ കൊന്നപ്പോഴത്തേക്കുമാണ് 2 ഇത് എക്സ്ട്രാ കിട്ടിയത്. അപ്പം ഞാൻ പോയി ഇനിയും ജസ്റ്റ് ഉണ്ടാക്കണം. ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കാൻ. അയ്യോ ഡീപ്പ് സ്ലാറ്റ് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. സമയം എടുക്കാം ഗൈസ്. അതിനെ പൊട്ടിക്കാൻ വേണ്ടി 10-15 കുറേ നേരം ഞാൻ വേസ്റ്റ് ചെയ്ത്
അങ്ങനെ ഇത്രയും നേരം എടുത്തിട്ടാണ് നമ്മളിത് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, ഒരു നേരം വേണം ഇതെടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, കുറച്ച് നേരം പിടിച്ചിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇരുന്നത്. പക്ഷേ നിങ്ങളെയും കൂടെ കാണിക്കുന്നു നോക്കി. ഞാൻ കുറേ നേരം ഇരുന്ന് ചെയ്ത് ഗൈസ്. ഈ ഒരു എഫേർട്ട് നിങ്ങൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ തന്നെ ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് 1 മിനിറ്റ് ആ ഒരു സൈഡിൽ, അതായത് ഈ സൈഡിലെല്ലാം ഈ സ്റ്റോൺ ഇരിക്കുക. ഈ സ്റ്റോൺ ഇരിക്കണമെന്ന് പറഞ്ഞാൽ സ്റ്റോണിൻ്റെ കുഴപ്പമെന്ന് സ്റ്റോൺ നമുക്കധികം ഡിസൈൻ ഇപ്പോൾ നമുക്ക് സാധാ സ്റ്റോൺ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട് കാണാനും അടിപൊളിയായിരിക്കും. എനിക്ക് സാധാ സ്റ്റോൺ ഇല്ല. നമുക്ക് സ്റ്റോൺ ജനറേറ്റർ ഞാൻ അടുത്ത എപ്പിസോഡിൽ ക്രാഫ്റ്റ് ചെയ്യും ഗൈസ്. ഓഫ്, ഓക്കെ, അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ അടിഭാഗമാണ്. അടിഭാഗം നമുക്കങ്ങനെ ഒന്ന് ചെയ്യേണ്ട. അടിഭാഗം സ്റ്റോൺ തന്നെ കാണുന്നോട്ടെ. ഇതൊക്കെയാണ്. പിന്നെ ഒരു നൈറ്റ് ഞാൻ സർവൈവ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ വുഡെല്ലാം എടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ വുഡ് പോയി ക്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ ഇത്ര ഐറ്റംസ് ഉണ്ട് ടോട്ടലി. ഇതെല്ലാം ഇനി ചെസ്റ്റ് ആക്കണം. ജസ്റ്റ് എനിക്ക് 15 ചെസ്റ്റ് ഉണ്ടാകാം. 15 ചെസ്റ്റ് മതിയായിരിക്കും. നോക്കട്ടെ ഗൈസ്, ഒരു ചെസ്റ്റ് ഉണ്ടാക്കി, അതായത് 15 ചെസ്റ്റ് മറ്റേ ബ്രിച്ച് വുഡ് ബ്ലാങ്ക്സ് ഉണ്ടാക്കിയതാണ്. ഓക്കെ, നമുക്ക് ഇനിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഡബിൾ ചെസ്റ്റ് ആയത് കാരണേ ഈ ചെസ്റ്റും കൂടെ പൊട്ടിക്കണം തോന്നണം. 8 എണ്ണം കൂടി ഇനി ഉണ്ടാകാം. എല്ലാ വുഡെല്ലാം തീർന്നു ഗൈസ്. 8 ചെസ്റ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ വുഡെല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഞാൻ ഇനിയും പോയി വുഡ് തപ്പി. ഓക്കെ, ഇവിടെയെല്ലാം ഒരു വരി ചെസ്റ്റ് കിടക്കട്ടെ. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഇതാ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അധികം സ്ഥലമൊന്നും കിട്ടിയില്ല, എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. കിഡ്ലാസ്കായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു. അപ്പോൾ പറ്റുന്ന പോലെ ചെയ്തിട്ട് എൻ്റെ വുഡെല്ലാം തീർന്നു. 1 മിനിറ്റ്, ഒരേ 1 മിനിറ്റ് ഗൈസ്. ഈ ചെസ്റ്റ് എടുത്ത് പൊട്ടിച്ചിട്ട് അവിടെ കൊണ്ട് വയ്ക്കാമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട. ഇപ്പോൾ പുറത്തത്തെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന്. ഓക്കെ, ഇവിടെ എല്ലാം ഡീപ്പ് ഫ്ലാറ്റായി. ഇവിടെ ഇപ്പോൾ ഫുള്ള് ഡീപ്പ് ഫ്ലാറ്റ് കൊണ്ട് ആക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇത്രയും പാവം ഡീപ്പ് ഫ്ലാറ്റായി. ഇപ്പം ഞാൻ പിന്നെ ഈ വീട് ഇപ്പോൾ ഡീപ്പ് ഫ്ലാറ്റിൻ്റെ വീടാക്കാൻ പോവാണ് ഗൈസ്. ഇപ്പോഴല്ല, പിന്നെ ഒരു എപ്പിസോഡിൽ. സോ അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീഡിയോ കാണാം. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യേണ്ട എന്താണെന്ന് കൂടി എനിക്കറിയില്ല. എല്ലാവർക്കും ബൈ.